തിരുവനന്തപുരത്തെ പാളയത്തെ മാർക്കറ്റ്, അതായത് കോർപ്പറേഷന്റെ നിയന്ത്രണത്തിലുള്ള പാളയം മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ഒരു പരിശോധന നടത്തി. അവിടെ വർഷങ്ങളായി CPMന്റെ ഒരു ആധിപത്യമുണ്ടായിരുന്നു. അവിടെ CPM നേതാക്കൾ വലിയ രീതിയിൽ ഗുണ്ടാപ്പിരിവുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. അതെല്ലാം VV രാജേഷ് തടയിട്ടതോടെ ഈ CPM നേതാക്കൾക്കും പ്രവർത്തകർക്കും കിട്ടിക്കൊണ്ടിരുന്ന ആ ഗുണ്ടാപ്പിരിവ് അതോടെ നിന്നു. അതിൽ ഒരു വിരളി കൊണ്ട് എങ്ങനെയെങ്കിലും ഈ തിരുവനന്തപുരം ഭരണം, അതായത് തിരുവനന്തപുരം നഗരസഭയിലെ BJPയുടെ ഭരണം അവസാനിപ്പിക്കാനുള്ള പല രീതികളും CPM ചെയ്യുന്നുണ്ട് എന്നതാണ് പ്രധാനം. ഇപ്പോൾ ഈ പോലീസിൻ്റെയൊക്കെ കടിഞ്ഞാൺ ആഭ്യന്തരമന്ത്രിയുടെ കയ്യിൽ, അതായത് UDFന്റെ കയ്യിൽ, രമേശ് ചെന്നിത്തലയുടെ കയ്യിലൊക്കെ ആണെങ്കിലും പോലീസ് ഇപ്പോൾ CPMനെ സഹായിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ ഒരാഴ്ചയായി തിരുവനന്തപുരം നഗരസഭയുടെ പുറത്ത് CPM കൗൺസിലർമാരൊക്കെ ഈ പന്തൽ കെട്ടി അവിടെ സമരം നടത്തിയപ്പോൾ ഒരു ആളും, അതായത് മാധ്യമങ്ങളോ അതോടൊപ്പം തന്നെ പൊതുജനങ്ങളോ ഒന്നും തന്നെ ഇവർ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ഒരു മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ, അല്ലെങ്കിൽ ഒരു പൊതുജന ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയാണ് ഈ ഇന്നലെ ഒരു ഉച്ചയോടുകൂടി ഈ CPMലെ കൗൺസിലർമാർ വലിയ രീതിയിൽ നഗരസഭയുടെ അകത്ത് കയറി ആക്രമണം നടത്തുകയും മേയറെയും ഡെപ്യൂട്ടി മേയറെയും BJPയുടെ കൗൺസിലർമാരെയൊക്കെ ഒരു മനുഷ്യത്വമില്ലാത്ത രീതിയിൽ ആക്രമണം നടത്തുകയും ചെയ്തത്. അതിൽ നമുക്കറിയാം, ഈ CPMലെ ഏറ്റവും ഈ അടിയുണ്ടാക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള, അതിൽ ഏറ്റവും കൂടുതൽ വിദഗ്ധനായ ഒരു വ്യക്തിയാണ് ശിവൻകുട്ടി എന്ന് പറയുന്നത്. ശിവൻകുട്ടി ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് KM മാണി ബഡ്ജറ്റ് അവതരിപ്പിച്ച സമയത്ത് നിയമസഭയിൽ കാണിച്ചു കൂട്ടിയ തോന്നിവാസങ്ങൾ നമ്മൾ കണ്ടതാണ്. അവസാനം വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ ആ ഡേയ്സിൽ കിടന്നതും, അവസാനം ബാക്കിയുള്ള CPMലെ നേതാക്കന്മാരെല്ലാം കൂടെ തൂക്കിയെടുത്ത് ആംബുലൻസിലേക്ക് കൊണ്ടുപോയതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഈ CPMൽ ഈ ഗുണ്ടകൾ എന്ന് പറയപ്പെടുന്ന ശിവൻകുട്ടിയും അതോടൊപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രനുമാണ് ഇന്നലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ രീതിയിലുള്ള ആക്രമണം അയച്ചിട്ടത്. ഇവർ രണ്ടുപേരും ഒരു മേയറല്ല, ഒരു MLA അല്ല, ഒന്നുമല്ല. ജനങ്ങൾക്ക് പോലും വേണ്ടാതെ ഒരു വേസ്റ്റായി ജനങ്ങൾ തലയ്ക്കൊഴിഞ്ഞ് കളഞ്ഞിരിക്കുന്ന രണ്ട് CPMലെ നേതാക്കന്മാരാണ്. ഇവരൊക്കെ എന്തിനാണ് ഈ നഗരസഭയുടെ അകത്ത് കയറി വന്ന് ആക്രമണം നടത്തിയതെന്ന് ചോദിച്ചാൽ തികച്ചും ഗുണ്ടാപരമായ ഒരു നീക്കം. പൊതുജനങ്ങളെ അടിയുണ്ടാക്കുക, അല്ലെങ്കിൽ പൊതുജനങ്ങളെ ആക്രമിക്കുക എന്നത് ലക്ഷ്യം മാത്രമേ ഉള്ളൂ. നിലവിൽ ഇന്ന് ഇപ്പോൾ അല്പസമയത്തിന് മുമ്പേ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു മേയർ VV രാജേഷ്. അതിൽ മേയർ VV രാജേഷ് ഉറപ്പിച്ചു പറയുന്നത് 5 വർഷത്തേക്ക് BJP ഏറ്റവും സേഫാണ് തിരുവനന്തപുരം നഗരസഭ. കാരണം പ്രതിപക്ഷം പറയുന്നത്, അതായത് CPM UDF ഒക്കെ പറയുന്നത്, സുഗതൻ ഒരു ഇതിൽ പോലും, അതായത് ഒരു യോഗത്തിൽ പോലും പങ്കെടുത്തിട്ടില്ല എന്ന് സുഗതൻ പറയുമ്പോൾ, ഇല്ല, സുഗതൻ ഒരു യോഗത്തിൽ മാത്രമേ പങ്കെടുക്കാതെ ഉള്ളൂ, ബാക്കി എല്ലാ യോഗത്തിലും സുഗതൻ പങ്കെടുത്തിട്ടുണ്ട് എന്ന മിനിറ്റ്സും അതിന്റെ തെളിവുകളും മേയർ തന്നെ ഇപ്പോൾ പുറത്തേക്ക് വിടുകയാണ്. നഗരസഭാ സെക്രട്ടറി തന്നെ പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. ഈ മാസം 29-ന് കൗൺസിൽ യോഗം നടക്കുമെന്നും പ്രതിപക്ഷത്തിന്റെ അവിശ്വാസം വരട്ടെ, അതൊക്കെ നേരിടാമെന്നാണ് VV രാജേഷ് പറയുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്നലെ ഉണ്ടായ LDF BJP കൗൺസിലർമാർ തമ്മിലുള്ള സംഘർഷത്തിലും തുടർ സംഭവങ്ങളിലും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മേയർ. കാലിന് പൊട്ടലൊന്നുമില്ല, പക്ഷേ ഡിസ്ക്ലോക്കേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഡെപ്യൂട്ടി മേയർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ടായി, രാത്രിയോടെ ഡിസ്ചാർജ് ആയി എന്നാണ് മേയർ പറയുന്നത്. മേയർ ഓഫീസിൽ വരുന്നത് തടയുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി CPM നടത്തിയ ഒരു നീക്കമാണ്. ഓഫീസ് പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നത് സമ്മതിക്കില്ല. കൂടാതെ കൗൺസിലർമാർ അല്ലാത്ത പൊതുപ്രവർത്തകർ നഗരസഭയ്ക്കുള്ളിൽ കയറി സമരം ചെയ്യരുത് എന്ന കർശനമായ ഒരു താക്കീത് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നൽകിയിട്ടുണ്ട്. ശിവൻകുട്ടി പറയുന്നത് കോമഡിയാണ്. കൗൺസിലർമാർ സുഗതന്റെ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കുമെന്ന് മേയർ പറയുകയാണ്. കൂടാതെ ജനാധിപത്യപരമായ സമരങ്ങൾ നടക്കട്ടെ, സംഘർഷത്തിൽ കേസുകൾ വരുമെന്നും മേയർ പറയുന്നുണ്ട്. സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ നിർമ്മാണത്തിലും ഫോറൻസിക് പരിശോധന വേണമെന്ന് സർക്കാരിനോട് കോർപ്പറേഷൻ ആവശ്യപ്പെടുന്നുണ്ട്. ചീഫ് സെക്രട്ടറിയോട് ഇക്കാര്യം ആവശ്യപ്പെടും. കൂടാതെ ഫോറൻസിക് ഓഡിറ്റിംഗ് ആവശ്യപ്പെടുമെന്നും മേയർ പറയുന്നുണ്ട്. മാലിന്യ നീക്കത്തിൽ മുരളീധരൻ പറഞ്ഞതിന് മറുപടി പറയുന്നില്ല. പ്രശ്നങ്ങളെ തമാശയാക്കാനും കമന്റ് അടിക്കാനുമൊന്നും ഞാൻ ഇല്ല എന്നാണ് മേയർ പറയുന്നത്. നിലവിലെ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് മനുഷ്യസാധ്യമായ എല്ലാം ചെയ്യുന്നുണ്ടെന്ന് മേയർ പറയുന്നുണ്ട്. കാരണം നഗരസഭയ്ക്ക് ചെയ്യുന്നതിൽ ഓരോ പരിധിയുണ്ട്. ഇത് അതാത് വകുപ്പിൽ, ഇപ്പോൾ മാലിന്യവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ സർക്കാരിന് തന്നെ മന്ത്രിയുമായിട്ട് ചർച്ച നടത്തി ആ തീരുമാനം സർക്കാർ കൈക്കൊള്ളണം. കൂടാതെ ജലവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ജലവിഭവ മന്ത്രിയെ കണ്ട് സംസാരിച്ച് അതിൻ്റെ ഒരു പദ്ധതി നടത്തണം. പിന്നെ ഈ തിരുവനന്തപുരത്തിൻ്റെ റവന്യൂ കാര്യങ്ങളുമായി
ബന്ധപ്പെട്ടാണെങ്കിൽ റവന്യൂ മന്ത്രിയെ കാണണം, അങ്ങനെ ആരോഗ്യമന്ത്രിയെ കണ്ട് അങ്ങനെ ചർച്ച നടത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരും കൂടെ തയ്യാറായാൽ മാത്രമേ എല്ലാം സ്മൂത്തായി നടക്കാൻ സാധിക്കുകയുള്ളൂ എന്നും മേയർ വി രാജേഷ് പറയുന്നുണ്ട്. കാരണം തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഒരു തീരുമാനമെടുക്കുന്നതിൽ ചില പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നാണ് മേയർ പറയുന്നത്. പ്രധാന പ്രശ്നങ്ങളിൽ പരിഹാരം കാണാൻ കോൺക്ലേവ് നടത്തുമെന്നും വി രാജേഷ് പറയുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ UDF ഒരു നീക്കം നടത്തുകയാണ്. ആ നീക്കത്തിൽ LDFുമായി കൈകോർത്താൽ സാഹചര്യം നിർണായകമാകും എന്നാണ് വിവരങ്ങൾ. തിങ്കളാഴ്ചയാണ് ഇനി കൗൺസിൽ യോഗം നടക്കാൻ പോകുക. എന്നാൽ കോർപ്പറേഷനിൽ നടക്കുന്നത് LDFും UDFും തമ്മിലുള്ള ഒത്തുകളിയാണെന്നും അതിന്റെ ഭാഗമായുള്ള നാടകമാണ് ഇന്നലെ ഉണ്ടായതെന്നുമാണ് BJP പറയുന്നത്. കൗൺസിൽ യോഗം നീട്ടിവെക്കുന്നതിനെതിരെ UDFും LDFും വിമർശനം ഉയർത്തിയിരിക്കുന്നു. അതിന് പിന്നാലെയാണ് യോഗം തിങ്കളാഴ്ചത്തിലേക്ക് തീരുമാനിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ R. സുഗതൻ കാപ്പ കേസിൽ നിലവിൽ ജയിലിലാണ്. സുഗതനെ കൗൺസിലർ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാണ് LDFിന്റെയും UDFും ആവശ്യപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്നലെ കോർപ്പറേഷനിൽ LDF നടത്തിയ പ്രതിഷേധമാണ് സംഘർഷത്തിലേക്ക് എത്തിച്ചത്. സുഗതനെതിരെ കാപ്പ ചുമത്തിയത് ആഭ്യന്തര സെക്രട്ടറി കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകുകയും സുഗതന്റെ സത്യപ്രതിജ്ഞയും അസാധുവായിരുന്നു. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അതിനുള്ള ഒരു അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് സുഗതൻ ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. കാപ്പ ഇളവ് തേടി കാപ്പ ബോർഡിനെയും സമീപിക്കാനാണ് സുഗതന്റെ നീക്കം. പുനർ സത്യപ്രതിജ്ഞ ചട്ടവിരുദ്ധമെന്ന പരാതിയിൽ സർക്കാരും നിയമോപദേശം തേടും. 14 ദിവസത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ആ ഉത്തരവാണ് BJP ഇപ്പോൾ അനുസരിച്ചത്. ആ പാലിച്ചുകൊണ്ടാണ് ഉത്തരവ് വന്ന ഉടൻ തന്നെ അന്ന് വൈകുന്നേരം 4:30 സത്യപ്രതിജ്ഞ വെച്ചത്. കൂടാതെ സ്വാഭാവികമായി ഒരു ദിവസം സുഗതന് ജാമ്യം നൽകിക്കൊണ്ട് തിരുവനന്തപുരം നഗരസഭയിലേക്ക് എത്തിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് അന്ന് തന്നെ കൗൺസിൽ യോഗം നടത്തി അതിൽ ഒപ്പുവെക്കാനുള്ള ഒരു നീക്കവും കൂടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സംഭവം പല സംസ്ഥാനങ്ങളിലും നടന്നിട്ടുള്ളതാണ്. പശ്ചിമ ബംഗാളിൽ MBA കാപ്പ ചുമത്തി ജയിലിൽ അടച്ച സമയത്തും അവിടുത്തെ ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഒക്കെ അനുകൂലമായ ഉത്തരവ് നേടിക്കൊണ്ട് അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായി. അങ്ങനെ രാജ്യസഭയിലേക്ക് എത്തുന്ന ചില കാഴ്ചകളൊക്കെ ഉണ്ടായി. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ടായിരിക്കും ഇവർ BJP ഹൈക്കോടതിയിലേക്ക് ഒരു നിർണായകമായ ഒരു നീക്കം നടത്താൻ പോകുന്നത്.